ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് കിസ തന ജാവ പോക്കോങ് ഗുണ്ടോൾ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തില് വലിയൊരു ആൽമരത്തിന് ചുവട്ടിലിരുന്ന് കുറെ മന്ത്രവാദികള് ബ്ലാക്ക് മാജിക് ചെയ്ത് ആരുടെയോ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവസാനം അവർ ആ ഡെഡ് ബോഡിയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന തുണി മാത്രം അഴിച്ചു മാറ്റുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അടുത്ത സീനിലെ കൊച്ചുകുട്ടിയായ നമ്മുടെ കഥാനായകൻ ഹവോയും അവന്റെ മുത്തശ്ശിനെയാണ് നമ്മളെ കാണിക്കുന്നത്. മുത്തശ്ശിനി പാസ്റ്റിലേക്ക് സഞ്ചരിച്ച് മരിച്ചുപോയവരുടെ പല രഹസ്യങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട്. അതായത് മുത്തശ്ശൻ മരിച്ചുപോയ ഒരാളുടെ ഏതെങ്കിലും വസ്തുവിലെ തൊട്ടുകഴിഞ്ഞാൽ മുത്തശ്ശന്റെ ആത്മാവിനെ പാസ്റ്റിലേക്ക് സഞ്ചരിക്കാം. മുത്തശ്ശിനി കാര്യങ്ങളൊക്കെ തന്റെ കൊച്ചുമോനോട് പറയുമ്പോ ഹവോ ഇതൊന്നും മനസ്സിലാവാത്ത മട്ടിലെ കേട്ടോണ്ടിരുന്നു. അല്ലെങ്കിലും അവനിതൊന്നും തന്നെ മനസ്സിലാവുന്ന പ്രായമൊന്നുമല്ലല്ലോ. മുത്തശ്ശൻ ഉടനെ തന്നെ തന്റെ പെട്ടിക്കുള്ളിൽ നിന്ന് മന്ത്രങ്ങൾ എഴുതിയ ഒരു ഇലയെടുത്ത് ഹവോയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇത് സാധാരണ ഒരു ഇലയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ എഴുതിയ ഇലയാണ്. അപ്പോ ഹവോ ചോദിക്കും, മുത്തശ്ശ ഈ ഇല കൊണ്ട് എന്ത് ചെയ്യാനാ? ഉടനെ തന്നെ മുത്തശ്ശൻ ചിരിച്ചോണ്ട് പറയും, തനിക്ക് ഈ ഇല കൊണ്ട് ആരാണോ ഈ മന്ത്രങ്ങൾ എഴുതിയത് ആ വ്യക്തിയുടെ ഭൂതകാലത്തിലേക്ക് പോവാം. അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്, അതെല്ലാം തന്നെ തനിക്ക് അറിയാനും പറ്റും. ഞാനൊരു സൂത്രം കാണിക്കാന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആ ഇലയെടുത്ത് തന്റെ ഉള്ളം കൈയിലേക്ക് വെച്ചു. മുത്തശ്ശൻ കണ്ണു തുറക്കുന്നത് വരെ നീ ഈ ഇല എന്റെ ഈ കയ്യിൽ നിന്ന് വീഴാതെ നോക്കിക്കോണം, എങ്ങോട്ടും പോവരുത്. ഇത് പറഞ്ഞ് മുത്തശ്ശൻ കണ്ണടച്ചിരുന്നു. ഹവോ ഒരുപാട് നേരം മുത്തശ്ശൻ കണ്ണു തുറക്കുന്നതും കാത്തിരുന്നു. എവിടെ മുത്തശ്ശൻ കണ്ണു തുറക്കുന്നത് കാണാനേ ഇല്ല. ഹവോയ്ക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. അവൻ എത്ര നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കും. ഈ സമയത്താണ് അവന്റെ കൂട്ടുകാരി റീത്ത അവനെ കളിക്കാനായിട്ട് വിളിക്കുന്നത്. ആ ഒരു ഒറ്റ സെക്കൻഡിലെ അവൻ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോയി. ഹവോ ഓടിച്ചെന്ന് ജനാല തുറന്ന് റീത്തയെ നോക്കി. അവൻ ആ ജനാലയും വാതിലൊക്കെ തുറന്നിട്ട് റീത്തയോടൊപ്പം കളിക്കാനായിട്ട് പുറത്തേക്ക് ഓടി. എന്നാ അടുത്ത നിമിഷം തന്നെ മുത്തശ്ശന്റെ കയ്യിലിരുന്ന ഇല അത് കാറ്റിലൂടെ പറന്ന് പറന്ന് ജനാല വഴി പുറത്തേക്ക് പോയി. ആ ഇല സ്പർശിക്കാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ ആത്മാവിന് പാസ്റ്റിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കഥാനായകൻ ഹവോയെയാണ് നമ്മളെ കാണിക്കുന്നത്. അവന്റെ കൂടെ തന്നെ റീത്തിയുണ്ട്. രണ്ടുപേരും പഠനത്തോടൊപ്പം തന്നെ പല റിസർച്ചുകളും നടത്തുന്നുണ്ട്. അവന്റെ മുത്തശ്ശനെ പോലെ തന്നെ ഹവോയ്ക്ക് ഏതൊരു വസ്തുവും കൈകൊണ്ട് തൊട്ടു നോക്കിയാലും പാസ്റ്റിലേക്ക് പോയി മറഞ്ഞു കിടക്കുന്ന പല രഹസ്യങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട്. ഹവോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അതിന്റെ ഭാഗമായി അവൻ കുറച്ച് കോളേജ് സ്റ്റുഡൻസിന് റെട്രോ കോഗ്നിഷൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. റെട്രോ കോഗ്നിഷൻ അതായത് നായകന്റെ ഫാമിലിയിലെ തലമുറകളായിട്ട് പാസ്റ്റിലേക്ക് സഞ്ചരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള പവർ ഉണ്ട്. അതായത് മരണപ്പെട്ടവരും കാണാതായി ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയാതെ പോയവരും അവരെ കൈകൊണ്ട് സ്പർശിച്ച ഏതെങ്കിലും വസ്തുക്കളില് ഹവോ കൈകൊണ്ട് തൊടുകയാണെങ്കിൽ നായകന് പാസ്റ്റിലേക്ക് പോയി കാണാതായവര് മരണപ്പെട്ടതാണോ കൊല്ലപ്പെട്ടതാണോ ഇതെല്ലാം തന്നെ ഹവോയ്ക്ക് കാണാം. അവനും അത് ഫീൽ ചെയ്യാൻ കഴിയും. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ചോദിക്കും, സർ നിങ്ങൾക്കപ്പോ പാസ്റ്റിലേക്ക് പോയി ആ മരിച്ച വ്യക്തികളെ സഹായിക്കാനോ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയോ? ഒരിക്കലുമില്ല. തനിക്ക് ഈ ഭൂതകാലത്തിലേക്ക് പോവാം എന്നല്ലാതെ അതിലെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അവരെ നിയന്ത്രിക്കാനും കഴിയില്ല. കാരണം തന്റെ ശരീരം പാസ്റ്റിലേക്ക് പോകുന്നില്ല, ആത്മാവ് മാത്രമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ തന്നെ ഹവോയുടെ കുട്ടിക്കാലത്തെ ആ ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹവോയും റീത്തയും കളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി സന്തോഷത്തിലെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാണുന്നത് അവന്റെ മുത്തശ്ശൻ മരണപ്പെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഒന്നും തിരിച്ചറിയാനാവാത്ത ആ ഒരു പ്രായത്തില് തനിക്ക് പറ്റിയ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അവന്റെ മുത്തശ്ശൻ മരണപ്പെട്ടത്. ആ ഒരു നീറുന്ന കുറ്റബോധത്തിലൂടെയാണ് ഹവോ ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹവോ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിരുന്നു, ആരുടെയും ജീവൻ പണയം വെച്ച് തന്റെ കഴിവുകൾ യൂസ് ചെയ്യില്ല. തന്റെ ഈ കഴിവ് ചരിത്രപരമായിട്ടുള്ള രഹസ്യങ്ങളും ശേഷിപ്പുകളൊക്കെ കണ്ടെത്താനായിട്ട് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. അതിനുവേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്നാണ് ഹവോയുടെ പ്ലാൻ. നായകന്റെ ഈ ഒരു ക്ലാസ് കേട്ട് അവിടെ കൂടിയിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിലെ സ്റ്റുഡൻസ് അല്ലാതെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തില് കളിച്ചു ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് രണ്ടുപേരും സങ്കടത്തോടെയാണ് നായകനെ നോക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഉടനെ
തന്നെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മുടെ ഹവോയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ മകളെ 2 ദിവസങ്ങളായിട്ട് കാണാനില്ല. സ്കൂളിലേക്ക് പോയ മകള് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്ത് പറ്റി, എങ്ങോട്ട് പോയെന്നോ ആർക്കും തന്നെ അറിയില്ല. ആകെ തകർന്നു പോയ ആ പേരൻസ് സഹായത്തിനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോ പോലീസ് എന്താ പറയുന്നെന്ന് വെച്ചാല് പെൺകൊച്ചിന് വല്ല കാമുകനും ഉണ്ടാവും, മകള് അവനോടൊപ്പം പോയി കാണും, തങ്ങൾക്ക് ഇതൊന്നും അന്വേഷിക്കാൻ നേരമില്ലെന്നാണ്. ആ അമ്മ കരഞ്ഞുകൊണ്ട് നായകനോട് പറയുന്നുണ്ട്, തന്റെ മകൾ മീരയ്ക്ക് അങ്ങനെ ആരുമായിട്ടും ബന്ധമില്ല, കാമുകനില്ല. അവൾക്ക് അച്ഛനും അമ്മയെന്ന് പറഞ്ഞാല് ജീവനാണ്. ഞങ്ങളെ തനിച്ചാക്കി അവൾ ഒരിക്കലും പോവില്ല. എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം. അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് കണ്ടെത്തണം. ആ അമ്മയുടെ സങ്കടം കേട്ടിട്ടും നായകൻ അവരെ സഹായിക്കാനായിട്ട് തയ്യാറായില്ല. ആ സമയത്തും മീരയുടെ അച്ഛൻ ഇതിലൊന്നും തന്നെ വിശ്വാസമില്ലാതെ ആ സ്ത്രീയെ വഴക്ക് പറയുന്നുണ്ട്. നമുക്ക് പോലീസിനോട് ചെന്ന് വീണ്ടും സഹായം ചോദിക്കാം. നമ്മുടെ മകള് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കാം, അല്ലാതെ എന്തിനാ ഇവന്റെയൊക്കെ കാല് പിടിക്കുന്നത്? ഇത് കേട്ടതോടെ ഹവോ അമ്മയുടെ സങ്കടം കാണാനാവാതെ അവരെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ അവര് മീര പഠിച്ചിരുന്ന സ്കൂളിലെത്തി. അതിനായിട്ട് അവര് മീരയുടെ സ്കൂൾ മിസ് അവരെ സഹായിക്കുന്നുണ്ട്. അന്ന് മീരയെ കാണാതായ ദിവസം എല്ലാ കുട്ടികളും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. എന്നാൽ മീര മാത്രം തനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വൈകിട്ടും വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. കാരണം മീരയുടെ വീട് തൊട്ടടുത്തായിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് ടീച്ചർ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന നേരത്ത് ക്ലാസ് റൂമിലേക്ക് ചെന്നപ്പോ അവിടെ മീര ഉണ്ടായിരുന്നില്ല. അന്ന് സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റാണി മിസ് അവരെ കൊണ്ട് ക്ലാസ് മുറിയിലേക്ക് പോയി. അങ്ങനെ ഹവോ മീരയുടെ കസേരയിൽ ചെന്നിരുന്ന് ആ പെൺകുട്ടിയുടെ അമ്മയോട് ചോദിക്കും, നിങ്ങള് അവൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് കേട്ടതോടെ അമ്മ മീരയുടെ കത്രികയെടുത്ത് അവന് കൊടുത്തു. ഇതേ സമയം തന്നെ ആ ക്ലാസ് മുറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ റീത തന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഹവോ ആ ഒരു കത്രിക വാങ്ങി തന്റെ ഉള്ളംകൈയിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു. അവനിപ്പോ മീരയുടെ പാസ്റ്റിലേക്ക് പോയി. അന്ന് രാത്രി അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾ എവിടെ പോയി, ഇതെല്ലാം തന്നെ അവന് കാണാനും അതെല്ലാം ഫീൽ ചെയ്യാനും കഴിയും. അന്ന് രാത്രി ഒത്തിരി വൈകിട്ടും മീര ക്ലാസ് മുറിയിലെ തയ്ച്ചോണ്ടിരുന്നു. ഈ ഒരു കാര്യം കണ്ടോണ്ട് വന്ന ടീച്ചർ ആണെങ്കിലേ ഒത്തിരി വൈകി വീട്ടിലേക്ക് പോവാനായിട്ട് അവളോട് പറയുന്നുണ്ടെങ്കിലും മീര പറയും, വീട്ടിലെ തയ്യൽ മെഷീൻ കേടായി, ഇതിപ്പോ കഴിയും, ശരി നോക്കിയിട്ട് പോയിക്കോളോ എന്ന് പറഞ്ഞ് റാണി മിസ് ആ ക്ലാസ് മുറിയിൽ നിന്ന് പോയി. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞതും അടഞ്ഞു കിടന്നിരുന്ന ക്ലാസ് മുറിയുടെ ഡോറിലെ ആരോ പടപടയെന്ന് തട്ടാൻ തുടങ്ങി. ഇത് കണ്ട് മീര ആകെ പേടിച്ചു പോയി. അവള് കിടുകിടാന്ന് വരച്ചൊരു പേടിയോടെ പതിയെ ചെന്ന ഡോറ് തുറന്നു നോക്കി. എന്നാ മുറിക്ക് വെളിയില് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തിന്, ആ ഒരു സ്കൂൾ കെട്ടിടത്തില് മീരയല്ലാതെ മറ്റൊരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല. മീര പേടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരെയും കാണാനില്ല. എന്നാൽ നമ്മളെ കാണിക്കുന്നുണ്ട് ആ വരാന്തയില് പുതച്ചു മൂടിയൊരു പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കില് ആ പ്രേതത്തെ കാണാതെ ഇനി തനിക്ക് തോന്നിയതാവെന്ന് പറഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് ചെന്ന് ബാക്കിയുള്ള തുണി തയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ക്ലാസ് മുറിയിലെ ലൈറ്റ് ഓഫായി. പിന്നെ പറയണ്ടല്ലോ, മീരയുടെ ഉള്ളില് മരണഭയമാണ്. എന്തോ ഇവിടെ ശരിയല്ലാന്ന് അവൾക്ക് തോന്നി. അവളാകെ ഭയന്ന് വിറച്ച് ചുറ്റും നോക്കി താൻ തയ്ച്ചോണ്ടിരുന്ന തുണിയിലേക്ക് നോക്കി. അവളെ കൊണ്ടത് വിശ്വസിക്കാനേ വയ്യ. അതവള് തയ്ച്ചോണ്ടിരുന്ന തുണിയല്ല, അത് ശവസംസ്കാര ചടങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന തുണിയാണ്. ആകെ അഴുക്കും മണ്ണൊക്കെ പറ്റിപ്പിടിച്ച് ആകെ വിരണ്ടുപോയ മീര ഒരു പേടിയോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു പ്രേത രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം തന്നെ മീരയുടെ ചൂണ്ടുവിരലിലെ തയ്യൽ മെഷീന്റെ സൂചി അങ്ങ് തുളഞ്ഞു കയറി. മരണവേദനയില് സൂചി ഉൾപ്പെടെ തന്റെ വിരൽ ആ മെഷീനിൽ നിന്ന് വലിച്ചെടുത്തു. ഇപ്പോ ആ പ്രേതത്തെ അവിടെ കാണാനില്ല. പിന്നെ ഒരു സെക്കൻഡ് പോലും അവൾ ആ മുറിക്കകത്ത് നിന്നില്ല. തന്റെ ജീവനും കൊണ്ട് ആ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും മീര വേദന സഹിക്കാനാവാതെ തന്റെ ചൂണ്ടുവിരലിലെ സൂചി അതങ്ങ് വലിച്ചെടുത്തു. ആ ഒരു വേദന നമ്മുടെ ഹവോയ്ക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് മേൽക്കൂരയിൽ നിന്ന് ആസിഡ് പോലെ എന്തോന്ന് മീരയുടെ തൊട്ടു മുന്നിലേക്ക് വന്ന് വീഴുന്നത്. അതിൽ നിന്ന് തീയും പുകയൊക്കെ വരുന്നുണ്ട്. അവള് മുകളിലേക്ക് നോക്കിയെങ്കിലും അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാ ഒന്ന് സമാധാനായിട്ട് ശ്വാസം വിടുമ്പോഴേക്കും ആ പ്രേതം മീരയുടെ കാഞ്ഞൊരു വരവാണ്. അവളെ തല്ലി താഴേക്കിട്ട് മീരയെ എങ്ങോട്ടോ വലിച്ചുകൊണ്ടുപോയി ഒരു കിണറിനകത്തേക്കിട്ട് അത് മൂടി വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ട് ആകെ പേടിച്ചു പോയ ഹവോ പാസ്റ്റിൽ നിന്ന് അവന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. റീത്ത വേഗം തന്നെ അവനെ സമാധാനിപ്പിച്ച് ഹവോയ്ക്ക് കുടിക്കാനായിട്ട് ഒരല്പം വെള്ളം കൊടുത്തു. തന്റെ മകൾക്ക് എന്തു പറ്റിയെന്നറിയാൻ കാത്തു നിന്നിരുന്ന ആ അമ്മയെ നോക്കി അവൻ പറയും, ഞാൻ മീരയെ കണ്ടു, എനിക്കറിയാം അവൾ എവിടെയുണ്ടെന്ന്, എനിക്കൊരു കയറ് വേണം. ഈ ഒരു കാര്യം കേട്ട് മറ്റെല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അങ്ങനെ കയറൊക്കെ കൊണ്ട് ഹവോ മറ്റുള്ളവരെ കൂട്ടി സ്കൂളിന്
പിന്നിലുള്ള കാട്ടിലേക്ക് പോയി. അവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരം ഉണ്ടായിരുന്നു. പണ്ട് ഇത് വെറും കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനൊരു സ്കൂൾ വന്നത്. ഹവോ ആണെങ്കിൽ ആ കാടിനുള്ളിലെ കിണർ തെരഞ്ഞു നടക്കുമ്പോൾ ടീച്ചർ ചോദിക്കും, അല്ല എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? മീരയെ കാണാതായ പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഇവിടെ മുഴുവനും തെരഞ്ഞു നോക്കിയതാണ്. മീര ഇങ്ങോട്ട് വന്നതിന്റെ ഒരു തെളിവുകളും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ ഹവോ ആ ടീച്ചറോട് ചോദിക്കും, നിങ്ങൾ ആ ആൽമരത്തിന് പിന്നിലെ കിണറ്റിൽ തെരഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. ഈ ഒരു കാര്യം കേട്ടതോടെ മീരയുടെ പേരൻസ് ആകെ തകർന്നു പോയി. എന്ത്, മീര കിണറ്റിലോ? അവരാ കിണറിന്റെ മൂടി തുറന്നു നോക്കുന്നത് വരെ മീരയുടെ അച്ഛന് ഹവോയെ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാ മീരയാണെങ്കിൽ ആ കിണറ്റിനുള്ളില് ബോധം കെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. ഹവോ തന്നെ മീരയെ രക്ഷിക്കാനായിട്ട് കയറ് വഴി കിണറ്റിലേക്ക് ഇറങ്ങി. അവൾക്ക് ജീവനാപത്തൊന്നുമില്ല, അബോധാവസ്ഥയിലാണ്. ഹവോ മീരയെ കയറിൽ കെട്ടി. മറ്റുള്ളവരെ കയറ് വലിച്ച് മീരയെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. ഈ സമയത്ത് അവൻ തന്റെ കണ്ണാടി തുടച്ച് വൃത്തിയാക്കുമ്പോ കുറെ എലികള് അവന്റെ അടുത്തൂടെ ഓടി. ആ ഒരു വെപ്രാളത്തില് ഹവോന്റെ കയ്യിലെ കണ്ണാടി അത് താഴേക്ക് വീണു. അവനെ ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ വയ്യ. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് അവൻ ആ കണ്ണാടി എടുത്തു വെച്ച് മുകളിലേക്ക് നോക്കുമ്പോ ആ പ്രേതം അങ്ങനെ പറന്നു നിൽക്കുക. എന്നാ അടുത്ത നിമിഷം തന്നെ ആ പ്രേതരൂപത്തെ അവിടെ കാണാനില്ല. പിന്നീട് ഹവോയും കയറി പിടിച്ച് മുകളിലേക്ക് കയറി വന്നു. മീരയുടെ അച്ഛനും അമ്മയ്ക്കും അവനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അവര് നായകനോട് ഒത്തിരി നന്ദി പറഞ്ഞ് തന്റെ മകളെയും കൊണ്ട് മടങ്ങിപ്പോയി. അതേസമയം തന്നെ റീത്ത നമ്മുടെ നായകനെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ റീത്ത അവന്റെ കഴിവിനെ കുറിച്ച് സംസാരിച്ച് ഒത്തിരി എക്സൈറ്റഡ് ആയി. ഹവോയ്ക്ക് പാസ്റ്റിലേക്ക് പോവാം, പല രഹസ്യങ്ങളും കണ്ടെത്താൻ കഴിയും എന്നൊക്കെ അവൻ പറയുന്നു എന്നല്ലാതെ റീത്ത അതൊന്നും തന്നെ സത്യമായിരിക്കും എന്നവള് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഹവോ, നീ ഒരു കുടുംബത്തെ സഹായിച്ചിരിക്കുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ, നീ ആ പ്രേതത്തെ കണ്ടോ? അതിനെ കണ്ടാ പേടിയാവോ? എന്നാൽ ഹവോ ആണെങ്കില് റീത്തയുടെ തോളിൽ കിടന്ന് കൂർഗം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും തന്നെ അവൻ കേട്ടിരുന്നില്ല. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും റീത്ത അവനെ വഴക്ക് പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹവോ മുത്തശ്ശന്റെ കല്ലറയ്ക്കടുത്തേക്ക് ചെന്നിരുന്ന് അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവനും ആ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. എന്നാ ആ സമയത്താണ് ആരോ ഒരാള് ആ ശ്മശാനത്തിലേക്ക് വന്ന് മൺവെട്ടി കൊണ്ട് കുഴി വെട്ടുന്നത് കണ്ടിട്ട് എന്തോ ഒരു വശപശക്ക് പോലെ. ഹവോ ആണെങ്കില് മുത്തശ്ശനോട് സംസാരിച്ചോണ്ടിരുന്നു. അവൻ അയാളെ കണ്ടിരുന്നില്ല. പിന്നെ കുറെ സമയം കഴിഞ്ഞ് തന്നെ ആരോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൻ അയാളെ നോക്കി. ഹവോ അയാളെ കണ്ടുവെന്ന് മനസ്സിലാക്കിയതും അയാൾ ഒരു ചിരിയും ചിരിച്ച് അവനെ അടുത്തേക്ക് വിളിച്ചു. അവനും കാര്യം എന്താണെന്നറിയാനായിട്ട് പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. അവന് നല്ല പേടിയുണ്ട്, കാരണം അയാളുടെ നിൽപ്പ് കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഹവോ അയാളുടെ അടുത്തേക്ക് എത്തിയതും ആ മനുഷ്യൻ ഒരു പലകയെടുത്ത് ഹവോയ്ക്ക് നേരെ നീട്ടി. അത് കണ്ട് അവനൊക്കെ ഷോക്കായി, കാരണം അത് അവന്റെ പേരാണ്. അവന്റെ ജനനം മരണം അതിൽ എഴുതിയിരുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ അവനെ പിടിച്ച് കുഴിയിലേക്ക് ഒരു ഒറ്റ തള്ളാണ്. പിന്നെ നോക്കുമ്പോ അവനെ ആ കുഴിക്കുള്ളിലെ തുണി കൊണ്ട് കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുക. അവനെ കൊണ്ട് ഒന്ന് അനങ്ങാനോ ഒന്ന് ഒച്ച വെച്ച് കരയാനോ വയ്യ. ആ ഭ്രാന്തനാണെങ്കില് അവനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ച് ചറപറാന്ന് അവന്റെ ദേഹത്തേക്ക് മണ്ണ് മാന്തി ഇടാൻ തുടങ്ങി. ഹവോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്നാണ് ഹവോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. എന്നാ താനീ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് അവനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മകന്റെ ഈ അവസ്ഥ കണ്ട് ഹവോന്റെ അമ്മയ്ക്ക് വല്ലാതെ സങ്കടം വന്നു. മകൻ ആദ്യമായിട്ടാണ് ബോധം കെട്ട് വീഴുന്നത്. അതും 2-3 മണിക്കൂറുകളോളം അവൻ മയക്കത്തിലായിരുന്നു. അമ്മയ്ക്ക് ഇതൊന്നും തന്നെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ പൊന്നു മോനെ, ഇനി നീ ഇതിന്റെ പിന്നാലെ പോവരുത്. ഇതൊക്കെ ഇന്ന് തന്നെ മറന്നേക്ക്. അമ്മയ്ക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ഹവോ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, താൻ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ആകെ ടയേർഡായി ബോധം കെട്ട് വീണതാണ്. അപ്പോ റീത്ത പറയും, ആന്റി പേടിക്കണ്ട, ഹവോയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, പോരെ. ആകെ ടയേർഡായിരുന്ന ഹവോ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനായിട്ട് അവന്റെ മുറിയിലേക്ക് ചെന്നപ്പോ അവന്റെ മുറിയിലാകെ മണ്ണായിരുന്നു. സ്വപ്നത്തിൽ കണ്ടിരുന്ന ആ ശ്മശാനത്തിലെ അതേ കറുത്ത മണ്ണ്. അപ്പോ അതൊരു സ്വപ്നമായിരുന്നില്ല, ഹവോയ്ക്കുള്ള മുന്നറിയിപ്പായിരുന്നു. പിറ്റേന്ന് തന്നെ ഹവോ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചും മുറിയിലുണ്ടായിരുന്ന മണ്ണിനെ കുറിച്ചൊക്കെ റീത്തയോട് പറഞ്ഞു. താൻ മീരയെ രക്ഷിക്കാനായിട്ട് പാസ്റ്റിലേക്ക് പോയപ്പോ ഒരു പോക്കോങ്ങിനെ കണ്ടു. അതിന്റെ തലയിലെ തുണി ഉണ്ടായിരുന്നില്ല, അതൊരു മുട്ടത്തലയിന്റെ പ്രേതമാണ്. അപ്പോ റീത്ത പറയും, നീ മീരയെ രക്ഷിച്ചില്ലേ, അതിന് പ്രതികാരം ചെയ്യാനാണ് ആ പോക്കോങ് നിന്നെ വേട്ടയാടുന്നത്. അതിന്റെ അടുത്ത ലക്ഷ്യം അത് നീയാണ്. റീത്ത അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഹവോയെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഒരു മുട്ടത്തലയൻ നമ്മുടെ നായകനെ നോക്കി വല്ലാത്തൊരു ചിരിയും ചിരിച്ച് അവന്റെ കൺമുന്നിലൂടെ നടന്നു പോകുന്നത്. ഹവോയ്ക്ക് ആദ്യം തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് താൻ സ്വപ്നത്തിൽ കണ്ട ആളാണ്. ഒരു പേടിയോടെയാണെങ്കിലും അവൻ അയാളുടെ പിന്നാലെ ചെന്നു. ഉടനെ തന്നെ അയാൾ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി.
ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് കരുതി ഹവോ പെട്ടെന്ന് തന്നെ താഴെ കർട്ടൻ അടിയിലേക്ക് നോക്കി. എന്നാ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. താഴെ നിറയെ മണ്ണ് കിടക്കുന്നുണ്ട്. അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആകെ ഭയന്നുപോയ ഹവോ ഇതൊന്നും തന്റെ തോന്നലല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് ആ കർട്ടൻ എത്രയൊക്കെ മാറ്റിയാലും അവനെ കൊണ്ട് അത് തുറക്കാനേ പറ്റുന്നില്ല. പിന്നെ ആ കർട്ടന്റെ നിറം മാറാൻ തുടങ്ങി. അവൻ എങ്ങനെയൊക്കെയോ ഒരു കണക്കിന് ആ തുണിയൊക്കെ മാറ്റി നോക്കുമ്പോ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന കണ്ണാടിക്കുള്ളിലെ ഒരു മൊട്ടത്തലയൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇതൊക്കെ സത്യമാണോ അതോ തന്റെ തോന്നല് മാത്രമാണോ എന്ന് തിരിച്ചറിയാനാവാതെ അവൻ ആ കണ്ണാടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അയാളെ പിന്നെ കണ്ണാടിയിൽ കാണാനില്ല, മറഞ്ഞുപോയി. പെട്ടെന്നാണ് ഒരു പ്രേതം അവനെ പിന്നിൽ നിന്ന് ഭയപ്പെടുത്തുന്നത്. ഹവോ പേടിച്ചു വരച്ച് താഴേക്ക് മറഞ്ഞു വീണു. അവന്റെ ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ടാണ് റീത്ത അങ്ങോട്ട് ഓടി വരുന്നത്. മറുവശത്ത് മീരയുടെ അവസ്ഥ ഇതിലും മോശമായിരുന്നു. അവളെ കൊണ്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ പോക്കോങ് അവളെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്വപ്നം കണ്ട് പേടിച്ച് വരച്ച് അവള് കണ്ണു തുറന്നു നോക്കുമ്പോ ആ മുറിക്കുള്ളിലെ ഒരു പ്രേതരൂപം അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മീര ആ രൂപത്തെ കണ്ട് ഒരു മൂലയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് മീരയുടെ അമ്മ ആ മുറിയിലേക്ക് വരുന്നത്. അമ്മയെ കണ്ടതും മീര സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അവളിങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് അമ്മ അവളെ സമാധാനപ്പെടുത്തി. പേടിക്കണ്ട, അമ്മ നിന്റെ കൂടെ തന്നെയില്ലേ, അമ്മ നിനക്ക് മുറിവിലെ മരുന്ന് വെച്ച് തരാം കേട്ടോ. ഇതൊരു ചെറിയ മുറിവാണെങ്കിലും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. പതിയെ അമ്മയുടെ സംസാര രീതി മാറാൻ തുടങ്ങി. ഇതുപോലെ ചൂണ്ടുവിരല് മുറിയുന്നത് ആരോ നമ്മൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുമ്പോ മാത്രമാണ്. നീ അറിയാതെ തന്നെ നിന്റെ ആത്മാവിനെ അവര് മോഷ്ടിച്ചോണ്ട് പോവും. ഇത് പറഞ്ഞ് മീരയുടെ അമ്മ ഒന്ന് സൈലന്റ് ആയി. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇത് കേട്ടിരുന്ന മീരയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മയുടെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. പിന്നെ അടുത്ത നിമിഷം തന്നെ മീരയുടെ മുറിഞ്ഞ വിരല് ആ സ്ത്രീ ഒരൊറ്റ കടിയാണ് മീരയുടെ ചൂണ്ടുവിരല് കടിച്ചു മുറിച്ചെടുത്തു. അവള് മരണവേദനയിലെ അലറിക്കരയാൻ തുടങ്ങി. ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ടാണ് മീരയുടെ അച്ഛനും അമ്മയും ആ മുറിയിലേക്ക് ഓടി വരുന്നത്. എന്നാ അവരാ മുറിയിലേക്ക് ഓടി വരുമ്പോ മീര തനിയെ ഇരുന്ന് അലറിക്കരയുന്നു. ആ മുറിയില് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ വിരലുകൾക്കും യാതൊരു കുഴപ്പമില്ല. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ആകെ ഭയന്നു പോയ മീരയുടെ പേരൻസ് സഹായത്തിനായിട്ട് നമ്മുടെ ഹവോയെ ഫോൺ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. മീരയെ കണ്ടെത്തിയ അന്ന് രാത്രി മുതല് അവൾക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും കാഴ്ചകളുമാണ്. ഓരോ നിമിഷം ആ പോക്കോങ് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പോ മീര ആകെ സങ്കടത്തോടെ നായകനോട് ചോദിക്കും, നിങ്ങള് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? അതിന് ഹവോ ആ പെൺകുട്ടിയോട് പറയും, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിന്നെ രക്ഷിച്ച അന്ന് രാത്രി മുതല് ആ പ്രേതം തന്നെ വിടാതെ പിന്തുടർന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരികയാണ്. എന്ത് വന്നാലും വേണ്ടില്ല, അതിന്റെ ശല്യം ഞാൻ ഇല്ലാതാക്കും. പക്ഷേ ആ പ്രേതം എന്തിനാണ് മീര നിന്നെ വേട്ടയാടുന്നത്? നിന്നെ പിടിച്ചോണ്ട് പോയത് എന്തിനാണ്? അതിന്റെ കാരണം നിനക്കറിയോ? അപ്പോ മീരയുടെ അമ്മ പറയും, പറ മോളെ, നിനക്ക് എന്തെങ്കിലും അറിയോ? നീ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? ഈ സമയത്താണ് മീര ആ ഞെട്ടിക്കുന്ന ഒരു സത്യം അവരോട് തുറന്നു പറയുന്നത്. ആ ഒരു സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടല്ല പെൺകുട്ടികളെ കാണാതാവുന്നത്. ഇതിനു മുൻപ് 2 പെൺകുട്ടികളെ കാണാതായിരുന്നു. ഇക്കാര്യം ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം. ഈ ഒരു കാര്യം കേട്ടതോടെ തന്നെ ഹവോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിന് പിന്നിലെ ശക്തമായൊരു കാരണം മറഞ്ഞിരിക്കുന്നുണ്ട്. പിറ്റേന്ന് തന്നെ അവര് മീരയുടെ ക്ലാസ് ടീച്ചറെ ചെന്ന് കണ്ടു. ആദ്യം ടീച്ചർ ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിലും പതിയെ താഴ്ന്ന സ്വരത്തിൽ അവരോട് പറയും, താനീ പറയുന്നത് നിങ്ങൾ പുറത്ത് ആരോടും പറയരുത്. പിന്നെ നിങ്ങളോട് ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ മീരയെ കണ്ടെത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. മീര പറഞ്ഞത് സത്യമാണ്. ഇതിനു മുൻപ് 2 വിദ്യാർത്ഥികളെ കാണാതായിരുന്നു. ആദ്യത്തെ വിദ്യാർത്ഥിയെ കാണാതായത് സ്കൂൾ നിർമ്മിച്ചതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിദ്യാർത്ഥിയെ കാണാതായി. അതും കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷമാണ് മീരയെ കാണാതായത്. നമുക്ക് മീരയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും മറ്റു 2 പേർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും തന്നെ അറിയില്ല. അവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ടതോടെ മീരയുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. 2 പെൺകുട്ടികളെ കാണാതായി നിങ്ങൾ ഈ കാര്യം മറച്ചുവെച്ചു. ഇവിടെ എത്ര മക്കളാണ് പഠിക്കുന്നത്? ഞാനിതൊക്കെ ഇപ്പൊ തന്നെ പോലീസിനോടും പത്രക്കാരോടും എല്ലാവരോടും പറയും. നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. അപ്പോ ഹാവ് അയാളെ സമാധാനപ്പെടുത്തി. ഇപ്പോ നമ്മൾ ഈ കാര്യം പത്രക്കാരോടും പോലീസിനോടൊക്കെ പറഞ്ഞ അതിന്റെ പ്രശ്നം നമ്മുടെ മീരയ്ക്ക് തന്നെയാണ്. മീര ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്താണ്, ഏതാണ്? അതോടെ മീരയുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടും, പ്രൈവസി നഷ്ടപ്പെടും. ഇപ്പോ മീരയുടെ അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ പ്രശ്നത്തിനൊന്നും നിന്നില്ല. ഇപ്പോ ഹാവ് ടീച്ചറോട് ചോദിക്കും, ആ കാണാതായ വിദ്യാർത്ഥികളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയോ? റാണി മിസ്സിന് മുൻപ് മറ്റൊരു അധ്യാപികയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവര് സ്ഥലം മാറിപ്പോയി. പിന്നെ ആ സമയത്ത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു, സമൻ.
നിങ്ങൾ അയാളെ ചെന്ന് കണ്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഉടനെ തന്നെ റീത്തയും ഹവോയും ആ സെക്യൂരിറ്റി ഗാർഡിന്റെ അഡ്രസ്സും വാങ്ങി അയാളെ തെരഞ്ഞിറങ്ങി. സെക്യൂരിറ്റി ഗാർഡിന്റെ മകളാണ് വന്ന് ഡോർ തുറന്നത്. അവരെ രണ്ടുപേരെ കണ്ടതും പുള്ളിക്കാരി കൂടുതലൊന്നും തന്നെ അവരോട് ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വാതിലടയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇവരെന്തൊക്കെയോ പറഞ്ഞു നോക്കി. ഒരു പെൺകുട്ടിയെ സഹായിക്കാനാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു തവണ കണ്ടാ മതി എന്നൊക്കെ. ഈ സമയത്താണ് സെക്യൂരിറ്റി ഗാർഡ് അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുന്നത്. ഹവോ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞു. മീരി എന്നൊരു പെൺകുട്ടിയെ പോക്കോങ് പിടിച്ചോണ്ടു പോയതും കിണറ്റിലിട്ടതും അവൻ രക്ഷിച്ചോണ്ടു വന്നതും അതിപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയെല്ലാം ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടിയെ ജീവനോട് കിട്ടിയത്. എന്നാൽ താൻ ആ കിണറ്റിനുള്ളിലെ ഒരു പ്രേത രൂപത്തെ കണ്ടു. അതിന്റെ തലയിലെ കെട്ടഴിഞ്ഞിരുന്നു. അതൊരു മൊട്ടത്തലേന്റെ പ്രേതമാണ്. സാധാരണ പോക്കോങ്ങിന്റെ തലക്കെട്ട് അഴിഞ്ഞിരിക്കില്ല, എന്നാൽ ഈ പ്രേതത്തിന്റെ തലയിലെ കെട്ടഴിച്ചു മാറ്റിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കേട്ടതും മുത്തശ്ശൻ ആകെ വല്ലാതായി. ഈ രഹസ്യങ്ങളൊന്നും പുറത്താരോടും പറയില്ല എന്ന് തന്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തതായിരുന്നു. എന്നാൽ ആ വാക്ക് തെറ്റിക്കാനുള്ള സമയമായി. ഇനി എനിക്ക് ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇനിയും മരണങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഹവോ കാണാറുള്ള ആ മൊട്ടത്തലേന്റെ പ്രേതം മറ്റാരുമല്ല, ഈ മുത്തശ്ശന്റെ ഗുരുവായിരുന്നു വാലിസ്തി. ആ കൊടിയ മന്ത്രവാദിയുടെ കീഴിലായിരുന്നു മുത്തശ്ശൻ ബ്ലാക്ക് മാജിക് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്നും ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പണത്തിനും അധികാരത്തിനും വേണ്ടി ആ ദുഷ്ടനായ മന്ത്രവാദി എത്ര പേരെയാണ് കൊന്നത്. ഒടുവിലെ ഈ കാര്യങ്ങളൊക്കെ ഗ്രാമത്തിലെ അധികാരികൾ അറിഞ്ഞു. ആ ദുഷ്ടനായ മന്ത്രവാദിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഇതറിഞ്ഞ മന്ത്രവാദി എന്താ ചെയ്തെന്ന് വെച്ചാല് സാത്താനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി, നിരന്തരമായി അവൻ ഈ ഭൂമിയില് ജീവിക്കാനായിട്ട്. അങ്ങനെയാണ് വാലിസ്തി ആ മൊട്ടത്തലയായിട്ടുള്ള പ്രേതമായിട്ട് മാറിയത്. അവനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഈ കഥ കേട്ട് റീത്തയും ഹവോയും ആകെ വിരണ്ടുപോയി. ആ പ്രേതത്തെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല, അത് നമുക്ക് എങ്ങനെങ്കിലും കണ്ടെത്തണം. എന്നാ ഇത് കേട്ട് മുത്തശ്ശൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് പറയണോന്നറിയാതെ പകച്ചിരിക്കുക. പിന്നെ അധികം വൈകാതെ തന്നെ രണ്ടുപേരും ആ വീട്ടിൽ നിന്നിറങ്ങി. പോകുന്ന വഴിക്ക് ഹവോ റീത്തയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കാനുള്ള വഴി കണ്ടെത്തണം. എന്നാ റീത്ത അതിന് തയ്യാറാവില്ല. നീ ആ പ്രേതത്തെ ഓടിക്കോ നശിപ്പിക്കോ എന്താന്ന് വെച്ചാല് ചെയ്തോ, എന്നാ ഞാൻ നിന്റെ കൂടെ കാണില്ല. നിനക്കെന്താ ഭ്രാന്താണോ? നിന്റെ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് റീത്ത അവനോട് പിണങ്ങി അവിടെ നിന്ന് പോയി. ഈ ഒരു സമയം മുത്തശ്ശനാണെങ്കില് മനസ്സിൽ എന്തോ ഉറപ്പിച്ചതുപോലെ മൺവെട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ മകള് തടയുന്നുണ്ട്. ഇത് ചെയ്യരുത്, നിങ്ങൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ. അപ്പോ മുത്തശ്ശൻ പറയും, ഇനി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇനി എത്ര പേരാ മരിക്കാൻ പോണത്? എനിക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു നല്ല കാര്യം ചെയ്യണം. അതിന് മോളായിട്ട് തടസ്സം നിൽക്കരുത്. ഇത്രയും കാലം ഈ നാട്ടുകാരെ എന്നെ ഒരു ദുഷ്ടനായിട്ടാണ് കണ്ടിരുന്നത്. നാട്ടുകാരുടെ വെറുപ്പും കുത്തുവാക്കുകളും എല്ലാം കേട്ടാണ് താൻ ജീവിച്ചത്. താൻ ആ മന്ത്രവാദിയുടെ കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ തെറ്റുകൾ തിരുത്തണം. അതിനുവേണ്ടി താൻ മരിക്കേണ്ടി വന്നാലും നീ എന്നെ തടയരുത്. നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം. മുത്തശ്ശൻ മകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ഹവു ആണെങ്കിലേ താൻ ഇനി എന്ത് ചെയ്യണം, താൻ ഇനി ആരോട് സഹായം ചോദിക്കും എന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്ന നേരത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് ഓടി വരുന്നത്. ആ പ്രേതത്തെ ഞാൻ തന്നെ നരകത്തിലേക്ക് അയക്കും, നിന്നെ ഞാൻ സഹായിക്കാം. അവരെങ്ങനെ ആ മന്ത്രവാദിയുടെ പ്രേതത്തെ ഇല്ലാതാക്കാനായിട്ട് കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഹാവു മുത്തശ്ശനോട് ചോദിക്കും, ആ പ്രേതം എല്ലാവരെയും ഉപദ്രവിക്കുന്നില്ല, ചില ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. അതിന് മുത്തശ്ശൻ പറയും, അതെ, അവൻ ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. ഓരോ 10 വർഷം കൂടുന്തോറും ക്ലിവോൺ ചൊവ്വാഴ്ച ജനിച്ചവരെ മാത്രം, എന്നാലേ അവന്റെ ശക്തികൾ റീചാർജ് ആവുള്ളൂ. അതിനുവേണ്ടിയാണ് അവൻ മനുഷ്യന്റെ ആത്മാവിനെ മോഷ്ടിക്കുന്നത്. ഇത് കേട്ടതും ഹവയുടെ മുഖത്ത് ഒട്ടും തന്നെ അമ്പരപ്പുണ്ടായിരുന്നില്ല. കാരണം ഇക്കാര്യം അവൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. അവനും ക്ലിവോൺ ചൊവ്വാഴ്ച തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ടാണ് ആ പ്രേതം ഒരേ സമയം മീരയെയും ഹവോയും ഒരേപോലെ വേട്ടയാടുന്നത്. അവരങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ കാറിന്റെ പിറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ ഇരുമ്പ് കമ്പി കൊണ്ട് തട്ടുന്നത് പോലെ. എന്തോ പന്തികേട് തോന്നിയ ഹവോ കാറ് നിർത്തി പതിയെ കാറിൽ നിന്നിറങ്ങി. കാറിന്റെ ഡിക്കി തുറന്നു നോക്കിയെങ്കിലും അതിനകത്ത് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മൺവെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പതിയെ കാറിലേക്ക് കയറുന്നതിന് മുൻപ് വീണ്ടും ഡിക്കിക്കുള്ളിൽ നിന്ന് എന്തോ തട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവൻ ഒരു പേടിയോടെ ആ ഡിക്കി തുറന്നു നോക്കിയെങ്കിലും ഇപ്പോഴും അതിനകത്ത് ഒന്നും തന്നെ കാണാനില്ല. ഇതെന്തോ പണിയാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ പെട്ടെന്ന് തന്നെ കാറിലേക്ക് ഓടിക്കേറി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാനായിട്ട് കാറ് സ്റ്റാർട്ടാക്കി നോക്കിയെങ്കിലും അത് സ്റ്റാർട്ടാവുന്നില്ല. ഹവോയും മുത്തശ്ശനും ഒരു പേടിയോടെ ശബ്ദം കേട്ടിടത്തേക്ക് കാറിനെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക
നോക്കുമ്പോ ആ പ്രേതരൂപം കാറിന് തൊട്ടു പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നോക്കിയിട്ടും യാതൊരു രക്ഷയില്ല, കാറ് സ്റ്റാർട്ടാവുന്നില്ല. മുത്തശ്ശൻ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. ഇപ്പോ അവര് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ പ്രേതത്തെ അവിടെ കാണാനില്ല. അവര് രണ്ടുപേരും ഒന്ന് ശ്വാസം വിടുന്നതിന് മുൻപ് കാറിന്റെ റൂഫിലെ എന്തോ ഒന്ന് വളരെ ശക്തിയിൽ വന്ന് ഇടിക്കുന്നുണ്ട്. നോക്കുമ്പോ ആ പ്രേതം തന്റെ തല വെച്ച് ഗ്ലാസ് ഇടിച്ച് തകർത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും കാർ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് സ്റ്റാർട്ടായി. അവര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഒരല്പസമയത്തിനുള്ളില് അവര് മീര പഠിച്ചിരുന്ന സ്കൂളിലെത്തി. അവിടെ എത്തിയ പാട് തന്നെ മുത്തശ്ശൻ വളരെ ധൃതി പിടിച്ച് കാറിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് തന്റെ മൺവെട്ടിയെടുത്തു. പെട്ടെന്നാണ് കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഒളിച്ചിരുന്ന ആ പ്രേതം മുത്തശ്ശന്റെ മുഖത്തേക്ക് ആസിഡ് പോലെ എന്തോന്ന് തുപ്പി. മുത്തശ്ശന്റെ മുഖവും ദേഹവും ആകെ പൊള്ളിപ്പോയി. ആ മരണ വെപ്രാളത്തില് താഴെ കിടന്ന് പിടഞ്ഞോണ്ടിരുന്ന മുത്തശ്ശൻ നായകനോട് പറയുന്നുണ്ട്, ആ ദുഷ്ടനെ അടക്കം ചെയ്തിരിക്കുന്നത് ആ കിണറിനടുത്തുള്ള ആൽമരത്തിന് തൊട്ടാണ്. മുത്തശ്ശൻ പിന്നെന്തോ പറയുന്നതിന് മുൻപേ അദ്ദേഹം മരണപ്പെട്ടു. ആ മന്ത്രവാദിയുടെ ഡെഡ് ബോഡി എന്ത് ചെയ്യണം, ആ പ്രേതത്തെ എങ്ങനെ നശിപ്പിക്കണം, ഇതൊന്നും തന്നെ ഹൗയ്ക്ക് അറിയില്ല. ഉടനെ തന്നെ ഹൗ മനസ്സിൽ എന്തോ തീരുമാനിച്ചതുപോലെ മുത്തശ്ശന്റെ കയ്യിലുണ്ടായിരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുത്തു. മുത്തശ്ശന്റെ ഈ മോതിരം കൊണ്ട് അവന് മുത്തശ്ശന്റെ പാസ്റ്റിലേക്ക് പോവാം. ആ പ്രേതത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് കണ്ടെത്താൻ പറ്റും. അവൻ പെട്ടെന്ന് തന്നെ മൺവെട്ടിയെടുത്ത് സ്കൂളിന് പിറകിലുള്ള ആൽമരത്തിനടുത്തേക്ക് നടന്നു. ഹവോ ഉടനെ തന്നെ ആൽമരത്തിന് തൊട്ടായി തറയിലിരുന്ന് മുത്തശ്ശന്റെ ഒരു മോതിരെടുത്ത് അവന്റെ ഉള്ളം കയ്യിൽ വെച്ചെങ്കിലും ഇല്ല, അവനൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമതും ഒരു മോതിരെടുത്ത് കയ്യിൽ വെച്ചു. ഇല്ല, അവനെ കൊണ്ട് പാസ്റ്റിലേക്ക് പോവാൻ പറ്റുന്നില്ല. അവസാനമായി അവൻ 3ാമത്തെ മോതിരെടുത്ത് തന്റെ കയ്യിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചു. അങ്ങനെ തന്നെ അവൻ മുത്തശ്ശന്റെ പാസ്റ്റിലേക്ക് പോയി. അവിടെ ആ ദുഷ്ടനായ മന്ത്രവാദിയും കൂട്ടാളികളും എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആൽമരത്തിന് കീഴെരിക്കുന്നുണ്ട്. അധികാരികള് മന്ത്രവാദിയെ കൊല്ലാൻ തീരുമാനിച്ചതോടെ അയാള് സാത്താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി, ഭൂമിയിലെ നിരന്തരമായ ജീവിതത്തിനു വേണ്ടി. അതിനുവേണ്ടി ആ മന്ത്രവാദി തന്റെ കഴുത്തറുത്ത് അവിടെ മരിച്ചു വീണു. പിന്നീട് അയാളുടെ കൂട്ടാളികളാണ് ആൽമരത്തിന് തൊട്ടായി ആ മന്ത്രവാദിയെ അടക്കം ചെയ്തത്. എന്നാൽ അടക്കം ചെയ്തപ്പോ ഡെഡ് ബോഡിയുടെ തലയിലുണ്ടായിരുന്ന തുണി മാത്രം മാറ്റിയിരുന്നു. ഇപ്പോ നമ്മുടെ ഹാവുക്ക് ആ മന്ത്രവാദിയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം. എന്നാ ഇവിടെ റിയൽ വേൾഡില് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ പ്രേതം നമ്മുടെ ഹവയുടെ കയ്യിലിരിക്കുന്ന മോതിരം എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ മോതിരം ഇല്ലാതെ അവന്റെ ആത്മാവിനെ പാസ്റ്റിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. അവന്റെ മുത്തശ്ശനെ പോലെ പാസ്റ്റിൽ വെച്ച് തന്നെ മരണപ്പെടും. അതേസമയം തന്നെ റീത്ത ഹവോയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോ അവന് തെരഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ഹവോ ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് റീത്തയ്ക്ക് മനസ്സിലായത്. നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ അവന്റെ അമ്മ ഒത്തിരി പേടിക്കും. അതുകൊണ്ട് തന്നെ റീത്ത അമ്മയോട് കൂടുതലൊന്നും തന്നെ പറയാൻ നിന്നില്ല. അവനെന്തോ ആപത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ റീത്ത നായകനെ സഹായിക്കാനായിട്ട് അവിടെ നിന്നോടി. അതേസമയം ഇവിടെ ആ പ്രേതമാണെങ്കില് ഹവോയെ കിണറ്റിലേക്ക് കൊണ്ടുപോയി അവന്റെ ചൂണ്ടുവിരലിലൂടെ അവന്റെ ആത്മാവിനെ തന്നെ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ പെട്ടുപോയ ഹവോയുടെ ആത്മാവ് പതുക്കെ ഇല്ലാതാവാൻ തുടങ്ങി. ആ ഒരു സമയം കൊണ്ട് തന്നെ റീത്ത നായകനെ തെരഞ്ഞ് ആൽമരത്തിനടുത്തേക്ക് ഓടിയെത്തി. അവിടെ ഹവയെ കാണാനില്ല. പകരം മുത്തശ്ശന്റെ 3 മോതിരങ്ങള് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വേഗം പെറുക്കിയെടുത്തു. അത് കണ്ടപ്പോ തന്നെ റീതയ്ക്ക് ഉറപ്പായിരുന്നു ഹവോ പാസ്റ്റില് പെട്ടുപോയി. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവള് എന്ത് നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വന്നിരിക്കുന്നത്. റീത്ത വേഗം തന്നെ ബാഗിലുണ്ടായിരുന്ന വെളുത്തുള്ളി കൊണ്ടുള്ള മാലയെടുത്ത് കഴുത്തിലിട്ട് മീരയെ കണ്ടെത്തിയ ആ കിണറിനടുത്തേക്ക് ഓടി. അവിടെ കിണറ്റിനുള്ളിലെ ഹവോ അങ്ങനെ പറന്നു നിൽക്കുക. അവൾക്ക് ആ പ്രേതത്തെ കാണാനൊന്നും വയ്യാട്ടോ. അവൾ എത്ര തന്നെ വിളിച്ചിട്ടും അവൻ അതൊന്നും തന്നെ കേൾക്കുന്നുമില്ല. റീത്ത എങ്ങനെയൊക്കെയോ കയറ് വഴി കിണറ്റിലേക്ക് ഇറങ്ങി അവന്റെ കൈയിലേക്ക് തൊടുന്നതിന് മുൻപേ എയറിൽ പറന്നോണ്ടിരുന്ന ഹവോ പടുകോന്ന് പറഞ്ഞ് കിണറ്റിലേക്ക് വീണു. അവൻ താഴേക്ക് വീണു. റീത്ത ഹവോയെ വിളിച്ച് കരഞ്ഞ് കിണറ്റിലേക്ക് ഇറങ്ങി. ആകെ വെപ്രാളപ്പെട്ട് മുത്തശ്ശന്റെ ഓരോരോ മോതിരങ്ങളായിട്ട് അവന്റെ കൈയിലേക്ക് വച്ചു കൊടുത്തെങ്കിലും അവന് യാതൊരു അനക്കവുമില്ല. 2ാമത്തെ മോതിരം അവന്റെ കൈയിലേക്ക് വെച്ചതും ഹവോ പാസ്റ്റിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് തിരിച്ചെത്തി. അവനാണെങ്കിൽ റീത്തയെ കണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ആ സെക്യൂരിറ്റി അപ്പൂപ്പൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവനാകെ സങ്കടപ്പെടാൻ തുടങ്ങി. അത് കണ്ടതും റീത്ത അവനെ സമാധാനപ്പെടുത്തി. നമ്മളങ്ങനെ പേടിച്ചോടാൻ പാടില്ല. ആ വൃത്തികെട്ട മൊട്ടത്തലയെ നമ്മളൊരു പാഠം പഠിപ്പിക്കണം. അവനെ ഇല്ലാതാക്കണം. നമുക്ക് വേഗം തന്നെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടന്നാലോ, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് റീത്തയാണ് ആദ്യം ആ കിണറ്റിൽ നിന്ന് കയറി വന്നത്. ശേഷം അവൾ എത്ര തന്നെ കയറ് വലിച്ചിട്ടും ഹവോയ്ക്ക് കയറി വരാൻ പറ്റുന്നില്ല. അവളെ കൊണ്ട് 1 ഇഞ്ച് പോലും ആ കയറ് മുകളിലേക്ക് വലിക്കാൻ പറ്റുന്നില്ല. ആകെ ദേഷ്യം വന്ന റീത്ത
അവനോട് ചോദിക്കും, നീ ഇന്ന് എന്തുട്ടാ കഴിച്ചേ, എന്ത് വെയിറ്റാ നിനക്ക്? അപ്പോ ഹവ പറയും, സത്യമായിട്ട് ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല, എന്നെ കൊണ്ട് പിടിച്ചു കയറി വരാൻ വയ്യ. എന്നിരുന്നാലും അവൻ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്തോന്ന് അവനെ പിടിച്ച് വലിക്കുന്നത് പോലെ. എന്തോ പന്തികേട് തോന്നിയ ഹവ താഴേക്ക് നോക്കുമ്പോ ആ പോക്കോങ്ങിനെ പൊതിഞ്ഞിരിക്കുന്ന തുണി അവന്റെ കാലിലെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതറിയാതെയാണ് പാവം റീത്ത ആ കയറ് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ അവശ നിലയിലായിരുന്ന ഹവോ അവന്റെ കാല് കെട്ടിവെച്ചിരിക്കുന്ന തുണി അഴിച്ചു മാറ്റാനായിട്ട് നോക്കി. അവൻ ആ കിണറ്റിലേക്ക് തന്നെ വീണു. അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ തുണി തന്റെ കാലിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അടുത്ത നിമിഷം തന്നെ ആ കിണറിനകത്ത് വെള്ളം നിറയാൻ തുടങ്ങി. ആ പ്രേതം അവനെ കൊല്ലാനായിട്ട് ഹവോയെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കി. ആ ഒരു സമയത്താണ് മേലെ നിന്നിരുന്ന റീത്ത തന്റെ കഴുത്തിലുണ്ടായിരുന്ന വെളുത്തുള്ളി കൊണ്ടുള്ള മാലയില്ലേ അതൂരി അവന്റെ കഴുത്തിലേക്ക് ഇടുന്നത്. അപ്പോഴാണ് ആ പ്രേതം അവന്റെ കാലിൽ നിന്ന് പിടുത്തം വിടുന്നത്. അതവിടെ നിന്ന് മറഞ്ഞുപോയി. ഹവോ വളരെ കഷ്ടപ്പെട്ട് കിണറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് അവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവളോട് പരാതി പറയാൻ തുടങ്ങി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ തനിച്ചാക്കില്ല, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയതല്ലേ, പിന്നെന്തിനാ വന്നത്? ഈ സമയത്ത് റീത്ത ഒത്തിരി ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന നല്ല സുഹൃത്തുക്കളാണ്. എന്നാ പിന്നീട് എപ്പോഴോ റീത്ത അവനെ പ്രണയിക്കാൻ തുടങ്ങി. അവനെ ആപത്തൊന്നും വരാതിരിക്കാനാണ് റീത്ത അവനോട് വഴക്കിട്ട് ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അതൊക്കെ പോട്ടെ, നിനക്ക് ഈ വെളുത്തുള്ളി കൊണ്ടുള്ള മാല ആരാ തന്നത്? അവൻ റീത്തയെ കളിയാക്കി. അതവന്റെ അമ്മ തന്നെ അവൾക്ക് കൊടുത്തതായിരുന്നു, ദുഷ്ടശക്തികളെ അകറ്റി നിർത്താനായിട്ട്. ഈ സമയത്ത് ഹവ അവളോട് പറയും, താൻ ആ മന്ത്രവാദിയുടെ സംസ്കാര ചടങ്ങ് നേരിട്ട് കണ്ടു. അപ്പോ അവന്റെ തലയിലെ കെട്ട് മാത്രം അഴിച്ചിരുന്നു, അതെന്തിനായിരിക്കും? ഇത് കേട്ടതും റീത്ത പറയും, താൻ ഈ കാര്യം മുൻപ് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു പോക്കോങ്ങിന്റെ ശക്തി എന്ന് പറയുന്നത് ആ കെട്ടുകളാണ്. അപ്പോ ആ കെട്ടുകൾ അഴിച്ചു മാറ്റിയാലേ അതിന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെടും. ഇത് കേട്ട പാടെ തന്നെ ഹവോ മൺവെട്ടിയെടുത്ത് ആൽമരത്തിനടുത്തേക്ക് പോയി. ആ മന്ത്രവാദിയെ അടക്കം ചെയ്ത സ്ഥലം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അതിനു ചുറ്റും ഉപ്പുകൊണ്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പോ ഹവോ റീത്തയോട് ചോദിക്കുന്നുണ്ട്, ഈ നട്ടപ്പാതിരിക്ക് നിനക്ക് ഇവിടുന്ന് ഇത്രയധികം ഉപ്പ് കിട്ടിയത്? കുറച്ച് നിന്റെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ച് നിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വാങ്ങി, അല്ലാതെ ഈ സമയത്ത് ഉപ്പ് വാങ്ങാൻ ഞാൻ എവിടെ പോവാനാ? ഒരു വിധത്തില് അവരാ കുഴിമാടം തുറന്ന് ആ മന്ത്രവാദിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. അപ്പോഴേക്കും നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. എന്തായാലും ഉപ്പിന്റെ കാര്യത്തില് തീരുമാനായി. എന്നാ മഴ കണ്ടിട്ടല്ല അവര് രണ്ടുപേരും ഞെട്ടിത്തെറിച്ചത്. ആ മന്ത്രവാദിയുടെ ഡെഡ് ബോഡി കണ്ട് അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അത് ഇന്ന് മരണപ്പെട്ടതുപോലെ ശരീരം അഴുകിയിട്ടില്ല. ഹവോ പിന്നെ ഒട്ടും തന്നെ സമയം കളയാൻ നിന്നില്ല. അതിന്റെ കെട്ടുകളൊക്കെ അഴിക്കാൻ തുടങ്ങി. ഒരൊറ്റ കെട്ട് പോലും അഴിക്കാൻ പറ്റുന്നില്ല. റീത്ത അവനൊരു കത്തി കൊടുത്തെങ്കിലും ആ കത്തി കൊണ്ടൊന്നും കെട്ടുമുറിയുന്നില്ല. എന്തോന്ന് അവരെ തടയുന്നത് പോലെ. ഒരു തുണിക്കഷ്ണം മുറിച്ചു മാറ്റാൻ ഇത്രയ്ക്ക് പാടാണോ? അവർക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അതൊരു ഇരുമ്പ് കമ്പി പോലെ ഹവയ്ക്ക് തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ റീത്ത തലയ്ക്ക് കൈവച്ച് നിൽക്കുന്ന നേരത്താണ് ആ മന്ത്രവാദിയുടെ തലയ്ക്ക് താഴെ വലിയൊരു കത്തി കാണുന്നത്. അതേ കത്തി കൊണ്ടാണ് അയാൾ തന്റെ കഴുത്തറുത്ത് മരിച്ചത്. ഒരു പേടിയോടെയാണെങ്കിലും റീത്ത ആ ഡെഡ് ബോഡി എടുത്തു പൊക്കി. അതേസമയം ഹവോ ആ കത്തി എടുത്തു. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. അവോ അതിന്റെ ഓരോരോ കെട്ടുകളായിട്ട് മുറിക്കാൻ തുടങ്ങി. എന്നാ ആ സമയം കൊണ്ട് തന്നെ ശക്തിയായ മഴവെള്ളത്തിലെ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞുപോയി. റീത്ത വേഗം തന്നെ കുഴിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കയറി വന്ന് വീണ്ടും ഉപ്പ് വിതറുന്നുണ്ട്. എങ്കിലും കാര്യമില്ല. നല്ല ശക്തിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഹവോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ കെട്ടുകൾ മുറിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ജീവനില്ലാതെ ആ കുഴിക്കുള്ളിൽ കിടന്നിരുന്ന ആ മന്ത്രവാദി അയാള് അവനെ നോക്കി വല്ലാത്തൊരു ചിരിയാണ്. അടുത്ത നിമിഷം തന്നെ അയാള് ഹവോയെ ആ കുഴിയിലേക്ക് പിടിച്ചു വലിച്ചു. അപ്പൊ തന്നെ ആ കുഴിക്കുള്ളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേരും ആ മണ്ണിനടിയിൽ പെട്ടുപോയി. റീത്തയ്ക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അവള് അലറിക്കരഞ്ഞുകൊണ്ട് ആ കുഴിക്കുള്ളിലെ മണ്ണ് തന്റെ കൈകൊണ്ട് തന്നെ മാന്താൻ തുടങ്ങി. ഒരു വിധത്തിൽ അവള് ഹവോയെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നാലും അവനെ കൊണ്ട് ഡെഡ് ബോഡിയിലുണ്ടായിരുന്ന മുഴുവൻ കെട്ടുകളും അറുത്തു മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോ ആ പ്രേതത്തിന്റെ ശക്തികളും പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ടാവില്ല. അപ്പതേ ആ ശവക്കുഴിയിലേക്ക് ഒരു സാധനങ്ങ് വന്ന് ചാടി. അതാ മന്ത്രവാദിയുടെ പ്രേതമാണ്. ആ മന്ത്രവാദിയുടെ പ്രേതം കൈ ഒന്ന് ഞെരിച്ചതും റീത്ത ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. റീത്തയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ തൂക്കിയെടുത്ത് വളരെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട ഹവോയ്ക്ക് തന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ കൈ ചുരുട്ടി ആ പ്രേതത്തെ അടിക്കാൻ നോക്കിയെങ്കിലും അവനെ കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും വയ്യ. അവന്റെ വിരല് പിടിച്ച് ഒടിച്ച് തിരിച്ച് അവന്റെ ആത്മാവിനെ വലിച്ചെടുക്കാൻ തുടങ്ങി. അവന് തന്റെ ബോധം മറയുന്നത് പോലെ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല.
തന്റെ കയ്യിലെ ആ മാന്ത്രിക കത്തി വെച്ച് തന്നെ പോക്കോങ്ങിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി. എന്നാ അതുകൊണ്ട് കാര്യമില്ലെന്ന് അവൻ അറിയാം. അതിന്റെ ശക്തിയുള്ളത് ഡെഡ് ബോഡിയിലുള്ള ആ കെട്ടുകളാണ്. അവൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ കെട്ടുകളും മുറിച്ചു മാറ്റി. അപ്പൊ തന്നെ ആ പ്രേതരൂപം അവിടെ നിന്ന് മറഞ്ഞുപോയി. ആ ശവക്കുഴിക്കുള്ളില് വെറും അസ്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഹവോ വളരെ കഷ്ടപ്പെട്ട് കുഴിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു വന്ന് അവിടെ കിടന്നിരുന്ന റീതയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവൾക്ക് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ആകെ തകർന്നുപോയ ഹവോ ചങ്ക് തകർന്ന് കരയുന്ന നേരത്താണ് ചെറിയൊരു ശബ്ദം കേൾക്കുന്നത്. ഒന്ന് മിണ്ടാതിരിക്കോ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. റീതയ്ക്ക് ജീവൻ ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഹവോയ്ക്ക് തന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. പിറ്റേ ദിവസം അവര് രണ്ടുപേരും സെക്യൂരിറ്റി അപ്പൂപ്പന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പിന്നീട് മീരയുടെ വീട്ടിലേക്ക് പോയി. ആ ഫാമിലി ഇപ്പോ ഒത്തിരി സന്തോഷത്തിലാണ്. മകൾക്കിപ്പോ ഉറങ്ങാം, പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊന്നും തന്നെ കാണാനില്ല. അവരങ്ങനെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ റീത നായകനോട് ചോദിക്കും, നീ ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകളൊക്കെ കണ്ടെത്താൻ ലോകം മൊത്തം കറങ്ങാൻ പോവല്ലേ? അപ്പോ ഹവോ പറയും, അതൊക്കെ തൽക്കാലത്തേക്ക് ഒരു മൂലയ്ക്ക് മാറ്റിവെക്കാം. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, തന്റെ ഈ കഴിവ് ആളുകളെ സഹായിക്കാനുള്ളതാണ്. അത് തന്നെയാണ് എന്റെ മുത്തശ്ശനും ആഗ്രഹിക്കുന്നത്. ഈ സീനോടുകൂടിയാണ് ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.